ദിണ്ടിഗലിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള നീക്കങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? നേരത്തെ താനല്ല SIT തിരയുന്ന ഡി മണി താനല്ല എന്ന മൊഴി ഈ വ്യവസായി നൽകിയിരുന്നെങ്കിലും അത് അന്വേഷണ സംഘം വിശ്വാസത്തിലെടുക്കുന്നില്ല. നേരത്തെ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ വ്യവസായി തന്നെ അത് ഇയാൾ തന്നെയാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുക പോലുള്ള തുടർ നടപടികൾ SITയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ പ്രതീക്ഷിക്കണം രാഹുൽ വിജയൻ? റിജിത്ത്, എന്തായാലും ഡി മണി തന്നെയാണ് ഇന്ന് ഡിണ്ടിഗലിൽ ഉണ്ടായിരുന്നത്. SIT ചോദ്യം ചെയ്തതെന്നുള്ളത് വ്യവസായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് SIT കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെയും ഇന്നുമായും 1.5 ദിവസത്തോളം ഈ ഡിണ്ടിഗലിലെത്തി SIT സംഘം ഡി മണിയെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ഡി മണി മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ഡി മണിയല്ല, M സുബ്രമണി എന്നായിരുന്നു. തനിക്ക് ഡി മണി എന്നൊരു പേരില്ല. തന്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മറ്റാരോ ഡി മണി എന്ന് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് SIT സംഘം എത്തിയത് എന്നുള്ളതാണ് ഡി മണി മാധ്യമങ്ങളോട് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ നമ്മൾ പലതവണ ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊന്നും നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറല്ല. രാവിലെ പറഞ്ഞ കാര്യങ്ങൾ അതേപടി തന്നെ നിങ്ങൾ മാധ്യമത്തിൽ കൊടുത്താൽ മതി എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അല്പസമയം മുമ്പ് വരെ അദ്ദേഹത്തിന്റെ ഈ ഡിണ്ടിഗലിലുള്ള ഓഫീസിൽ അദ്ദേഹം ഉണ്ടായിരുന്നാലും അല്പസമയം മുമ്പാണ് ആ വീട്ടിലേക്ക് പോവുകയും ചെയ്തത്. പിന്നീട് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ കാരണത്താൽ വീട്ടിൽ റെസ്റ്റിലാണ്. തനിക്ക് അസുഖം കൂടിക്കിടക്കുകയാണ്, ഷുഗർ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, നിങ്ങളെ ഇനി കാണാൻ കഴിയില്ല. തനിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് തന്റെ സഹോദരൻ ഇനി മാധ്യമങ്ങളോട് പറയും എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ആവർത്തിച്ച് പറയുകയാണ്, താൻ കുറ്റവാളിയല്ല, താൻ കുറ്റവാളിയാണെന്ന് ആരെങ്കിലും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. തന്നെ ഏതെങ്കിലും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ താൻ ഡി മണിയാണ് എന്ന് കരുതിക്കൊണ്ട് ചോദ്യം ചെയ്തതല്ല. തന്റെ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് ഡി മണിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയല്ല, ആ നമ്പർ ആരുപയോഗിച്ചു എന്നതറിയാൻ വേണ്ടിയുള്ള ചോദ്യം ചെയ്യലാണ് നടന്നത് എന്നുള്ളതാണ് ഈ ഡി മണി പറയുന്നത്. അതിനപ്പുറത്തേക്ക് താൻ ഒരു കുറ്റവാളിയല്ല, അങ്ങനെ കുറ്റവാളിയായി ചിത്രീകരിക്കാൻ താൻ ശ്രമിക്കുകയും വേണ്ട. ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്വർണ്ണ ഇടപാടുകളോ താൻ നടത്തിയിട്ടില്ല എന്ന് കട്ടായം അദ്ദേഹം ഫോണിലൂടെ വീണ്ടും പ്രതികരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രതികരിച്ചേക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പറയാനുള്ള ഈ ഡി മണിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറിച്ച് കൂടുതലായിട്ട് ആ സഹോദരനോട് പറഞ്ഞേക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണമാണെങ്കിലോ വിശദീകരണമാണെങ്കിലോ അത് സഹോദരനിലൂടെ പുറത്തേക്ക് വന്നേക്കാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ, ഡയമണ്ട് മണി എന്ന പേരിലും ദാവൂദ് മണി എന്ന പേരിലും ദുബായ് മണി എന്ന പേരിലുമൊക്കെ പല പേരുകളിലായി നേരത്തെ ഈ വിവാദം അതിന്റെ കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടത്തിൽ നമ്മൾ ഇയാളെ കേട്ടു. ഇപ്പോൾ അന്വേഷണ സംഘം തന്നെ സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക്, ഇത് തന്നെയാണ് ഡി മണി എന്ന് സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇതിന്റെ പുരാവസ്തു മാഫിയയുടെ റോളുമായി ബന്ധപ്പെട്ട് ഇടപെടലുമായി ബന്ധപ്പെട്ട് കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് ഡി മണിയാണ്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുന്നത് കേരളം ഞെട്ടുന്ന വിവരങ്ങളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കണോ രാഹുൽ വിജയൻ? റിജിത്ത്, തീർച്ചയായിട്ടും ഈ ഡി മണി, അതായത് ഇന്നിപ്പോൾ SIT ചോദ്യം ചെയ്തിട്ടുള്ള ഡി മണി, M സുബ്രമണി എന്ന് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്ന ഡി മണിക്ക് തമിഴ്നാട്ടിൽ ഇറിഡിയം കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 2 കേസുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഈ തമിഴ്നാട്ടിൽ തന്നെ ഇത്തരം തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ കേസുകളുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കാവുന്ന തരത്തിലുള്ള കേസുകളുള്ള ആളാണ് ഈ ഡി മണി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ശബരിമല പോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പുരാവസ്തു ശേഖരങ്ങളിൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് 1000 കോടിയിലധികം വരുന്ന രൂപയുടെ കച്ചവടം നടത്താൻ വേണ്ടി ഉള്ള ശ്രമം നടത്തിയിരുന്നു. അതിന് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള സൂചനകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അവസാനം പരിസമാപ്തി ഏത് വിധത്തിലായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഉന്നത രാഷ്ട്രീയ ബന്ധം, ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധം ഈ ഡി മണിക്കുണ്ട്, അല്ലെങ്കിൽ അവരുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരണമെങ്കിൽ അത് ഡി മണിയിൽ നിന്ന് തന്നെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്, മൊഴി ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ അത് സംബന്ധിച്ച് പുറത്തു വരികയുള്ളൂ. എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും SIT പരിശോധിക്കുകയാണ്. ഈ ഡി മണി എന്ന് പറയുന്ന M സുബ്രമണിയാണെന്ന് അവകാശപ്പെടുന്ന ഡി മണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും SIT മുഖവിലേക്ക് എടുത്തിട്ടില്ല, വിശ്വാസ്യതയിൽ എടുത്തിട്ടില്ല. അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്ന് SIT കരുതുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഇന്ന് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഡി മണി സുബ്രമണി തന്നെയാണ് ഈ ഡി മണി തന്നെ. അതുകൊണ്ട് തന്നെ SIT സംഘം ഈ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. റീജിത്ത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.